ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോർട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ മത്സരമായ നമ്മുടെ KKR vs SR Chamel മത്സരത്തിന്റെ ഒരു മെയിൻ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഗീവ് ചെയ്യുന്നുണ്ട്. ആ ഗീവ് ചെയ്യുന്ന ഒരു ചെറിയൊരു ബാറ്റ് ആട്ടോ, ചെറിയൊരു ശിവാൻ ദൂബെ സിഗ്നേച്ചർ ചെയ്ത ഒരു മിനി ബാറ്റാണ്. ഇത് എത്രയേ ഉള്ളൂ കേട്ടോ, വലിപ്പമൊക്കെ ഇത് എത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ ബാറ്റാണ് നമ്മൾ ഗിവ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3 ബാറ്റ് ഗിവ് ചെയ്യുന്നുണ്ട്. ഗിവയിൽ എങ്ങനെ പങ്കെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ലിങ്കൊന്നും തപ്പണ്ടല്ലോ, ചാനലൊന്നും എടുത്ത് നോക്കിയാൽ റീസെൻറ്റ് വീഡിയോയിൽ ഇന്നലെ ഇട്ട തന്നെയാണ്, ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി മാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മത്സരം നടക്കുന്ന 26-ാം തീയതി 7:30 നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിലാണ്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിൽ വേറെ മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഫസ്റ്റ് ക്വാളിഫയർ മാച്ച് നമ്മുടെ SRH vs കൊൽക്കത്ത തമ്മിൽ തന്നെയാണെന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറാൻ ശ്രമിക്കട്ടെ. കാരണം ഇതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. പിന്നെ ആ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അപ്പോൾ ഒന്ന് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ദെൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരു 100 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ 10,000 ഈസ് 10K ആവും. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ KKR vs SR തമ്മിൽ റീസെൻ്റ് ആയിട്ട് ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ക്വാളിഫയർ മാച്ച് ആയിരുന്നു. അത് ഈസി ആയിട്ട് നമ്മുടെ KKR വിൻ ചെയ്തിട്ട് പോയി. SRHനെ പുഷ്പം പോലെ പൊട്ടിച്ചിട്ട് പോയി. ഈ ഒരു ഗതി വെച്ചിട്ട് SRH പൊട്ടാനുള്ള ചാൻസ് എല്ലാവിടെയും ഞാൻ കാണുന്നു. പക്ഷേ കളിയല്ലേ, എന്ത് വേണമെങ്കിലും നടക്കാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആര് ജയിക്കുന്നു. കാരണം എനിക്ക് കഴിഞ്ഞൊരു മത്സരം കണ്ടപ്പോൾ തന്നെ SRHും KKR തമ്മിലുള്ളൊരു കളി ബോധിച്ചു. സോ അതുകൊണ്ടാണ് SRH KKR ഭയങ്കര സ്ട്രെങ്ത്ഫുള്ളായിട്ടുള്ള ഒരു ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇതിനു മുന്നേ നമ്മുടെ SRHും അതുപോലെ KKR തമ്മിൽ മത്സരം നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്തതും ഇവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ വിക്കറ്റ്സ് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ SRHനായിരുന്നു. ഇപ്പോൾ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നമ്മുടെ ട്രാവിസ് ഹെഡ് ആയിരുന്നു. മിച്ചൽ സ്റ്റാർക്ക് ബൗൾഡാക്കി കിട്ടു. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും വൈഭവ് ആരവാണ് അടുത്ത്. രാഹുൽ ത്രിപാഠിനെ റസൽ റൺഔട്ട് ചെയ്യുക ചെയ്തത്. അതുപോലെ തന്നെ ഗുർബാസിനെ മിച്ചൽ സ്റ്റാർക്ക് എടുക്കുക ചെയ്തത്. നിതീഷ് കുമാർ റെഡ്ഡിനെ മിച്ചൽ സ്റ്റാർക്ക് എടുക്കുക ചെയ്ത്. പിന്നെ ഷബാസിനെ മിച്ചൽ സ്റ്റാർക്ക് എടുക്കുക ചെയ്ത്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരൊക്കെ എടുത്തത് മിച്ചൽ സ്റ്റാർക്കാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അബ്ദുൽ സമാദ്, ഹർഷിത് റാണ, നമ്മുടെ ക്ലേസനെ വരുൺ ചക്രവർത്തിയാണ് എടുത്തത്. ആ ഒരു കാര്യം കൂടെ നോക്കണം. അബ്ദുൽ സമാദിനെ ഹർഷിത് റാണ, അതുപോലെ തന്നെ സൻവീർ സിംഗിനെ സുനിൽ നരേൻ, പിന്നെ ആൻഡ്രെ റസൽ, വരുൺ ചക്രവർത്തി, അങ്ങനെയാണ് കൂടുതൽ വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. കേട്ടോ, ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം, 3 വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക്, 1 വിക്കറ്റ് വൈഭവ് ആര, 1 വിക്കറ്റ് ഹർഷിത് റാണ, 1 വിക്കറ്റ് സുനിൽ നരേൻ, 1 വിക്കറ്റ് റസൽ, 2 വിക്കറ്റ് വരുൺ ചക്രവർത്തി ആൻഡ് സുനിൽ നരേൻ. ഈ ഒരു ഗ്രൗണ്ടിൽ ചിദംബരം അതായത് ചെപ്പുക്ക് എന്നുള്ള സ്റ്റേഡിയത്തിൽ ഈസ് ഡേഞ്ചേഴ്സ് ആയിരിക്കും. സെക്കൻഡ് ഇന്നിങ്സ് കൂടെ ആണെങ്കിൽ നോക്കുക വേണ്ട, പറയുക വേണ്ട, എന്തായാലും 2 പേർക്ക് 2 വിക്കറ്റ് വീതം കിട്ടിയിട്ടുണ്ടാവും. സെക്കൻഡ് ബൗളിംഗ് ആണ് കൊൽക്കത്തയെങ്കിൽ തീർച്ചയായിട്ടും അത്രയും വിക്കറ്റ്സ് പോകും. കൂടുതലും സ്പിന്നേഴ്സിന് വിക്കറ്റ്സ് കിട്ടും സെക്കൻഡ് ഇന്നിങ്സിൽ. ദെൻ അതുപോലെ തന്നെ നമ്മളെ അതേസമയം KKR ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആകെ ഒരു വിക്കറ്റ്സ് എടുത്ത ടി നടരാജനും പിന്നെ പാറ്റ് കുമ്മിൻസും ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മെയിൻ ബോളേഴ്സിൻ്റെ വിക്കറ്റ് എടുക്കാൻ സ്ട്രെങ്ത് ഉള്ളത് ഭുവനേശ്വറിനുണ്ട്, ദെൻ നടരാജനുണ്ട്, പാറ്റ് കുമ്മിൻസിനുണ്ട്. ഈ 3 മെയിൻ ബോളേഴ്സാണ് SRH ടീമിലുള്ളത്. ഇവർ 3 പേരെ നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓൾസോ ദാറ്റ്സ് ടൈം വരുൺ ചക്രവർത്തി ഈസ് എ ഗുഡ് ഓപ്ഷൻ, മിച്ചൽ സ്റ്റാർക്ക്. അപ്പോൾ ടോട്ടലി 5 ബൗളേഴ്സായി. പാറ്റ് കുമ്മിൻസ്, ടി നടരാജൻ, വരുൺ ചക്രവർത്തി, ദെൻ സുനിൽ നരേൻ ഓൾറൗണ്ടറാണ്, അത് പോട്ടെ. പാറ്റ് കുമ്മിൻസ്, നടരാജൻ, പിന്നെ ഭുവനേശ്വർ, 3 പേരായില്ലേ SRH. ഇനി 2 ആൾ നമ്മുടെ KKR, മിച്ചൽ സ്റ്റാർക്കും വരുൺ ചക്രവർത്തി. ഈ ഒരു 5 പേര് ബൗളേഴ്സ് സ്ട്രെങ്ത് വരുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുകൂടാതെ സുനിൽ നരേനും ഉണ്ട്, റസലും ഉണ്ട്. അപ്പോൾ അവിടെ 7 പേര് ബൗളിംഗ് ചെയ്യുന്ന ആൾക്കാരായി. 7 പേർക്കും 4 ഓവർ വെച്ച് കിട്ടും. 7 × 4 എത്രയാ? 7 × 4 എത്രയാടാ? അത് ശരി, 28 അല്ലേ? 28 ഓവേഴ്സ് ബോൾ ചെയ്യും. അപ്പോൾ 28 ഓവേഴ്സ് നമ്മൾ പിക്ക് ചെയ്യുന്ന പ്ലെയേഴ്സ് ബോൾ ചെയ്യും. ബാക്കി 3 പ്ലെയേഴ്സ് മാത്രമേ നമ്മൾ പിക്ക് ചെയ്യാത്തുള്ളൂ ബോൾ ചെയ്യുന്നതിൽ. സോ അവർക്ക് വിക്കറ്റ് കിട്ടുകയാണെങ്കിൽ പോട്ടെ. ബട്ട് നമ്മൾ പിക്ക് ചെയ്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ 28 ഓവേഴ്സ് ബോൾ ചെയ്യും. സോ അതിലെന്തായാലും വിക്കറ്റ്സ് വീഴത്തില്ലേ? എന്തായാലും എസ്പെഷ്യലി ലാസ്റ്റ് നടന്ന മത്സരങ്ങളുടെ ഘടന നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വിക്കറ്റ്സ് ഒരുപാട് വീഴുന്നൊരു മാച്ചായിരിക്കും ഇത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 7 പേരായി.
ഇനിയിപ്പോൾ എത്ര ആളെ 4 ആളെ കൂടെ എടുക്കാം. ഒരു വിക്കറ്റ് കീപ്പർ ക്ലേസനോ അല്ലെങ്കിൽ ഗുർബാസോ. ഇതിൽ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ SRHനാണെങ്കിൽ ക്ലേസൻ എടുത്തോ. സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ വേണ്ട, എന്തായാലും ചെറപ്പറയെന്ന് പോവും. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ക്ലേസനെ എടുത്തോ, അല്ലെങ്കിൽ ഗുർബാസിനെ എടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മയല്ലേ വരുന്നത്. 2 പേരെയും പിക്ക് ചെയ്തോ. കാരണം ഫസ്റ്റ് ഒന്നും വിട്ടുകൊടുക്കാൻ പെട്ടെന്ന് പോകത്തില്ല. എൻ്റെ ഒരു മത്സരം നടക്കുന്ന ഒരു രീതി വെച്ച് പോവില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. 2 പേരെ എടുത്തോ, കാരണം സേഫ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അഭിഷേക് ശർമ്മ ഒഴിവാക്കുക വേണ്ട, കാരണം ലാസ്റ്റ് മാച്ച് അദ്ദേഹം വന്ന് ബോളിംഗ് ഒക്കെ ചെയ്തായിരുന്നു. എന്തുവാണെന്നൊന്നും മനസ്സിലായില്ല. സോ അദ്ദേഹത്തെ ഒഴിവാക്കണ്ട. ട്രാവിസ് ഹെഡ് ഒഴിവാക്കാനും നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ആവും. സോ അത്രയും റിസ്ക് എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ട്രാവിസ് ഹെഡിന് കേട്ടോ. പിന്നെ വെങ്കിടേഷ് അയ്യരോ ശ്രേയസ് അയ്യരോ, ഇതിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഓപ്ഷനാണ്. അത് നോക്കിയിട്ട് നിങ്ങളെ ഒരു ഐഡിയ വെച്ചിട്ടാണ് എടുത്തോളൂ. ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ വെങ്കിടേഷ് അയ്യറിനെ ഒന്ന് പ്രിഫർ ചെയ്യാമെന്ന് ഞാനൊന്ന് പറയുന്നു. കാരണം പിന്നെ വേറൊരു കാര്യം, ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മാച്ചാണ്, ഒരുപാട് പേരിരുന്ന് കാണും. അപ്പോൾ ആര് കളിക്കുന്ന അൺപ്രഡിക്റ്റബിൾ, ദാറ്റ് ഈസ് എ വൺ തിങ്. ആര് എങ്ങനെയൊക്കെ കളിക്കുന്ന ഒരു പിടി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ടീമൊക്കെ എന്തായാലും സെറ്റ് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദെൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ടിപ്സോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഏകദേശം 74 മത്സരങ്ങളിൽ 73 മത്സരങ്ങളിലും വീഡിയോ ചെയ്തിട്ടുണ്ട്. ചില മത്സരങ്ങളിൽ 2 വീഡിയോസ് വരെ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഏകദേശം ഒരു 19 വീഡിയോ ഈ ഒരു സീസണിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. കാരണം സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അധികം വ്യൂസ് ഒന്നുമില്ല, ബട്ട് എന്നാലും ഇറ്റ്സ് ഓക്കെ. എൻ്റെ പോരായ്മകളാണ്ടോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരില്ലാത്തത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബട്ട് ഞാൻ ചെയ്യേണ്ട എൻ്റെ കടമ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു താങ്ക് യു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, ഗുഡ് ബൈ.